ഹലോ എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പിൽ കൃത്യമായ പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നീ എന്താ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ, ഒരുപാട് ചേഞ്ച് ആയി, അല്ലെങ്കിൽ ഇതൊന്നും ശരിയാവില്ല, ഇങ്ങനെയൊക്കെയാണ് ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തതിനോട് അവർ റിയാക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ടോക്സിസിറ്റി എന്നതിനേക്കാൾ ഉപരി അത് ഇമ്മച്വർ ആയിട്ടുള്ള ഒരു പ്രതികരണമായിട്ടാണ് കാണേണ്ടത്. സോ അതെന്താണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇമ്മച്വർ ആയിട്ട് അവർ പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോട് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇത്തരത്തിൽ പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്മച്വർ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കാനുള്ള കുറച്ച് സയൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഇമ്മച്വർ ആയിട്ട് പ്രതികരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോക്കാം. ഒന്ന്, അവര് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട്, അതായത് യാതൊരു ആവശ്യകതയും ഇല്ലാതെ അപ്സെറ്റ് ആവും എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പ്രതികരണം. അതായത് നിങ്ങൾ വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു റീസൺ കൊണ്ട്, അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ബൗണ്ടറി ആയിരിക്കും, ഒരു പേഴ്സണൽ ബൗണ്ടറി ആയിരിക്കും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിന് ഒരാവശ്യമില്ലാത്ത രീതിയിൽ വളരെ ഡ്രമാറ്റിക് ആയി, അല്ലെങ്കിൽ അപ്സെറ്റ് ആയിക്കൊണ്ട് ഇതെന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇതൊന്നും ശരിയാവില്ല എന്നൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ അപ്സെറ്റ് ആയിക്കൊണ്ടാണ് അവർ പ്രതികരിക്കുന്നത്. കാര്യം മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള ഒരു അപ്സെറ്റ് ആണ് അവർ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമതായിട്ട് ഇങ്ങനെ ഇമ്മച്വർ ആയിട്ടാണ് അവർ ആ ഒരു പേഴ്സണൽ ബൗണ്ടറിയോട് റിയാക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സൈൻ. സെക്കൻഡ്ലി, നിങ്ങൾ ആ ഒരു പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അതൊരു കുറ്റമാണ്, അതൊരു ബ്ലെയിം ആണ് എന്ന രീതിയിൽ ആ ഒരു ബ്ലെയിമിങ് നിങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കുറ്റം ചെയ്തത് നിങ്ങളാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതൊരു പ്രശ്നമാണ് എന്ന രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി അവരുടെ ഭാഗത്തായിരിക്കാം ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തോന്നിയത് അവരുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തി കൂടുതലായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോഴായിരിക്കാം. പക്ഷേ നിങ്ങൾ ആ ഒരു പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു കാര്യം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ വളരെയധികം സെൻസിറ്റീവ് ആയിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല, അത് നിങ്ങളുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അതെന്റെ പ്രശ്നമല്ല എന്ന രീതിയിൽ ആ ഒരു കാര്യത്തിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളിലേക്ക് തന്നെ തിരികെ ഏൽപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിലെന്താണ് പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് രണ്ടാമതൊന്നും ചിന്തിക്കാതെ അതിന്റെ കുറ്റം നിങ്ങളിലേക്ക് തന്നെയാണ് നൽകുന്നത്, അല്ലെങ്കിൽ കുറ്റം നിങ്ങളുടേതാണ് എന്ന രീതിയിലാണ് അവർ റിയാക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഇമ്മച്വർ ആയിട്ടുള്ള രണ്ടാമത്തെ പ്രതികരണം. ഇനി മൂന്നാമതായി, ഇത്തരത്തിൽ പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്മച്വർ ആയി പ്രതികരിക്കുന്ന ആളുകൾ വിക്ടിമാണ് എന്ന രീതിയിലും പറയാറുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ ബിഹേവ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആ ഒരു പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്തത് എനിക്ക് വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എന്നെ എന്തോ ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഗിൽട്ട് ഫീൽ ചെയ്തു, ആ ഒരു രീതിയിൽ ഒരു വിക്ടിമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഡ്രാമ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് കൃത്യമായിട്ടുള്ള, അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള ഒരു റീസണ് വേണ്ടിയിട്ട്, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു വിക്ടിം കാർഡ് പോലെയാണ് പ്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം ഡ്രമാറ്റിക് ആയാണ് കാര്യങ്ങളോട് പ്രതികരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു ഇമ്മച്വർ ആയിട്ടുള്ള പ്രതികരണം. ഇനി നെക്സ്റ്റ്, ചില ആളുകൾക്ക് ഈ പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റബിൾ ആയിരിക്കില്ല. പക്ഷെ അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ ബൗണ്ടറി കൃത്യമായിട്ട് എന്തിന് സെറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് ചിന്തിക്കില്ല. പകരം അവര് സൈലന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്നും വിഡ്രോ ചെയ്യുക, ഇങ്ങനെയുള്ള രീതിയിലും പ്രതികരിക്കാറുണ്ട്. ബിക്കോസ് ആ ഒരു പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്തത് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതെന്തോ ഒരു പ്രശ്നമാണ് എന്ന ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. സോ സൈലന്റ് ട്രീറ്റ്മെന്റിലൂടെയാണ് പ്രതികരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു ഇമ്മച്വർ ആയിട്ടുള്ള പ്രതികരണം. ഇനി പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്ത് ഒട്ടും ഇഷ്ടമായില്ല, അല്ലെങ്കിൽ അതെന്തോ ഒരു പ്രശ്നമാണ് എന്ന് ഓൾറെഡി മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ബൗണ്ടറി ബ്രേക്ക് ചെയ്യുന്നതിനുള്ള അറ്റംപ്റ്റ് അവരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കും. അതൊരു പക്ഷെ ഞാൻ മറന്നു പോയതാണ്, നീ അങ്ങനെ പറഞ്ഞിരുന്നു, അത് ഞാൻ മറന്നു പോയതാണ്, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ പ്രവൃത്തികൾ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു അറ്റംപ്റ്റ് അവരുടെ ഭാഗത്തുനിന്ന് വീണ്ടും വരും. അത് അവർ ആ ഒരു ബൗണ്ടറി ടെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്തത് അത്രത്തോളം സീരിയസ് ആയിട്ടാണോ, അതോ വെറുതെ അങ്ങ് പറയുകയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയും സെറ്റ് ചെയ്തിട്ടുള്ള പേഴ്സണൽ ബൗണ്ടറി അവർ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. സോ ഇങ്ങനെ ഒരു പ്രതികരണം വരുന്നുണ്ടെങ്കിൽ അതും
ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള പ്രതികരണമാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചില ആളുകൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, ചില ആളുകൾക്ക് അത് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് തന്നെ അത് നാച്ചുറലി അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിൽ അത് ബിൽഡ് ആയിട്ടുണ്ടായിരിക്കും ആ റിലേഷൻഷിപ്പിൽ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ അല്ലാത്ത ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് പറയാണ് അങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്കത് പറ്റില്ല, എന്നോട് അങ്ങനെ സംസാരിക്കരുത്, എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് എന്ന് നിങ്ങൾ അവരോട് ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതൊരു പേഴ്സണൽ ബൗണ്ടറിയാണ്, നിങ്ങൾ സെറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു ബൗണ്ടറിയാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് അത് എന്തിനാണ്, അതായത് അനാവശ്യമായിട്ട് അപ്സെറ്റ് ആവുന്നു, അല്ലെങ്കിൽ അതിനെന്തോ ഒരു പ്രശ്നമുണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് അവർക്ക് അതിനുള്ള ഒരു റൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്, ഇങ്ങനെയൊക്കെ അനാവശ്യമായിട്ട് അപ്സെറ്റ് ആവുക, അല്ലെങ്കിൽ ഒരു വിക്ടിം എന്ന രീതിയിൽ ബിഹേവ് ചെയ്യുക, ഇനി അതല്ലെങ്കിൽ ഒരു ഗിൽട്ട് ഫീൽ ഉണ്ടാക്കിയെടുക്കുക, ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത് സെറ്റ് ചെയ്യുമ്പോൾ അതൊരു മോശമായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ അത് അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമോ അല്ല. അത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ചിലപ്പോൾ ഗ്രാജുവലി നമ്മുടെ ഡേയില് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം റൈസ് ചെയ്യുന്ന സമയത്തായിരിക്കാം ഓക്കെ നമുക്ക് ആ ഒരു പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അറിയുന്നത്. സോ അതൊരു പ്രശ്നമുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടക്കുറവുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ മോശമായി ബാധിക്കുന്ന ഒരു കാര്യമല്ല. കൃത്യമായ റിലേഷൻഷിപ്പ് ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം, അതിനുള്ള ഗൈഡൻസ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്നുള്ളത് ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഗൈഡൻസ് കൃത്യമായി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്